അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം കടുകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില ഉണ്ട്, കറിവേപ്പില ഇടാം. ഇതെന്ന് പറയുമ്പം ഞാൻ മഷ്റൂം ഓൾറെഡി വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഈ മഷ്റൂം ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചിരിക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർക്കുക. അപ്പോൾ ആദ്യമേ ഞാൻ ഈ സവാള ചേർത്തൊന്ന് മിക്സ് ആക്കിയായിരുന്നു. അതിന് ശേഷമാണ് തക്കാളി ചേർത്തത്. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ പരുവാകും. ഏകദേശം റെഡിയായി. കാരണം ഓൾറെഡി നമ്മുടെ മഷ്റൂം വെന്തതായതുകൊണ്ട് അധിക സമയം എടുക്കത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു പരുവം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.